ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, വലിയ നോമ്പിന്റെ പുണ്യ ദിനങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഈശോയുടെ പീഡാനുഭവ മരണത്തെ ധ്യാനിക്കുന്ന ഒരു കാലഘട്ടം. വിശുദ്ധ കുരിശിന്റെ വഴിയൊക്കെ ചൊല്ലി അവന്റെ കുരിശോട് ചേർത്ത് നമ്മുടെ ജീവിതങ്ങളെ നമ്മളൊന്ന് പഠിക്കാൻ ശ്രമിക്കുകയാണ്. ഈശോ എങ്ങനെയാണോ തന്റെ കുരിശിനെ രക്ഷാകരമാക്കി മാറ്റിയതുപോലെ നമ്മളും നമ്മുടെ അനുദിന ജീവിതത്തിന്റെ കുരിശുകളെയും പ്രാരാബ്ധങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ഒക്കെ അവന്റെ കുരിശോട് ചേർത്ത് വായിച്ചുകൊണ്ട് നമ്മളും ഒരു രക്ഷയുടെ അനുഭവമാക്കി ഈ കുരിശിനെ മാറ്റാൻ നമ്മളൊന്ന് പരിശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ വലിയ നോമ്പിന്റെ കാലഘട്ടം. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നമ്മുടെ പള്ളികളിലൊക്കെ കുരിശിന്റെ വഴിയൊക്കെ ചൊല്ലി ധ്യാനിക്കാറുണ്ട്. കുരിശിന്റെ വഴിയിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഒന്ന് രണ്ട് വ്യക്തിത്വങ്ങളെ നിങ്ങളുടെ മുൻപിലേക്ക് ഒന്ന് വെക്കാനായിട്ട് പരിശ്രമിക്കുകയാണ്. അത് 5-ാമത്തെയും 6-ാമത്തെയും സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ശിമിയോനും വേറോനിക്കയുമാണ്. ശിമിയോൻ ഈശോയെ കുരിശു വഹിക്കാനായിട്ട് സഹായിക്കുന്ന ശിമിയോനെയും, 6-ാം സ്ഥലത്ത് ഈശോയുടെ തിരുമുഖം തുടയ്ക്കുന്ന വേറോനിക്കയെയും നമ്മൾ കാണുന്നുണ്ട്. നമ്മളൊക്കെ അനുദിന ജീവിതത്തിന്റെ കുരിശുകൾ വഹിക്കുന്നവരാണ്. നമ്മുടെ ചുറ്റിലുള്ളവരും അവരുടെ പ്രാരാബ്ധങ്ങളും ബുദ്ധിമുട്ടുകളുമായിട്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്നവരാണ്. മറ്റുള്ളവരുടെ വേദന ദൂരീകരിക്കാൻ അവരെ സഹായിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ കുരിശ് വഹിക്കാൻ അവരെ സഹായിക്കുന്ന ഒരു ശിമിയോനായി ഞാൻ എന്തെങ്കിലും മാറിയിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ മുൻപിലുള്ള വലിയൊരു ചോദ്യം. അതുപോലെ തന്നെ കുരിശിന്റെ വഴിയിൽ തളർന്നു വീഴുന്നവരുടെ മുഖം തുടയ്ക്കുന്ന വേറോനിക്കയായി നമ്മൾക്ക് എന്തെങ്കിലും മാറാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ മുൻപിലുള്ള വലിയൊരു ചോദ്യം. നമ്മളെല്ലാം അനുദിന ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളും പ്രാരാബ്ധങ്ങളും സാമ്പത്തികമായ ഞെരുക്കങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നവരാണ്. നമ്മുടെ ചുറ്റിലുള്ള നമ്മുടെ സഹോദരങ്ങളും അതുപോലെയൊക്കെ തന്നെയാണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും അവരുടെ വേദന ദൂരീകരിക്കുന്ന ശിമിയോനായി നമ്മൾ മാറിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അവരുടെ മുഖം തുടയ്ക്കുന്ന വേറോനിക്കയായി നമുക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ ക്രിസ്തീയ വിശ്വാസം എന്നുള്ളത് അത് സഹജീവികളുമായിട്ട് പങ്കുവെക്കാനുള്ളതാണ്. മറ്റുള്ളവരുടെ വേദനയും കഷ്ടപ്പാടും ഒക്കെ മനസ്സിലാക്കി അത് ലഘൂകരിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുമ്പോഴാണ് നമ്മുടെ വിശ്വാസം അർത്ഥവത്തായിട്ട് മാറുക. അതുകൊണ്ടല്ലേ ബൈബിളിൽ നമ്മൾ വായിക്കുന്ന വചനമുണ്ട്, പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം വ്യർത്ഥമാണ്. വിശ്വാസം അർത്ഥവത്തായിട്ട് മാറുന്നത് അത് സഹജീവികളുമായിട്ട്, അല്ലെങ്കിൽ അവരുടെ വേദന നമ്മൾ ദൂരീകരിക്കാനായിട്ട് പരിശ്രമിക്കുമ്പോഴാണ് നമ്മുടെ വിശ്വാസം അർത്ഥവത്തായിട്ട് മാറുന്നത്. ഇന്ന് പലപ്പോഴും നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് കൈ കഴുകി മാറുന്ന പീലാത്തോസുമാരുടെ എണ്ണം കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ആയിരിക്കുക. മറ്റുള്ളവരുടെ കഷ്ടപ്പാടിനും ദുരിതങ്ങൾക്കുമെതിരെ കണ്ണടച്ച് ജീവിക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ആത്മപരിശോധന ചെയ്യുന്നത് നല്ലതാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ ഒരു പുണ്യകാലഘട്ടത്തിൽ നമുക്കും മറ്റുള്ളവരുടെ വേദന മാറ്റുന്ന, ദൂരീകരിക്കുന്ന ശിമിയോനായിട്ട് നമുക്ക് മാറാനായിട്ടൊന്ന് പരിശ്രമിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റിലുമുള്ള നമ്മുടെ സഹോദരങ്ങളുടെ കണ്ണുനീരൊപ്പുന്ന വേറോനിക്കകളായിട്ട് നമുക്ക് മാറാൻ ഒന്ന് പരിശ്രമിക്കാം. ഈശോയുടെ ഈ കുരിശിനെ ധ്യാനിച്ചുകൊണ്ട് അനുദിന ജീവിതത്തിന്റെ കുരിശുകളെ നമുക്കൊരു രക്ഷയുടെ അനുഭവമാക്കി മാറ്റാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നല്ല ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.